വാം വെൽക്കം. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് 7th സെമസ്റ്റർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലെ മോഡ്യൂൾ 5ൻ്റെ ലാസ്റ്റ് വരുന്ന TDFAയും സിമിലർലി ഫൈബർ രാമൻ ആംപ്ലിഫയേഴ്സുമാണ്. മോഡ്യൂൾ 5ൻ്റെ ബാലൻസ് ഉള്ള ടോപ്പിക്സ് കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസിന് മുമ്പിലുള്ള സെക്ഷൻസ് ചെക്ക് ചെയ്താൽ മതിയാവും. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്നത് ഫൈബർ രാമൻ ആംപ്ലിഫയർ ആണ്. സപ്പോസ് ഞാൻ ഒരു ഫൈബർ എടുത്തു. ഈ ഫൈബറിലൂടെ നിലവിൽ കുറച്ച് സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ സിഗ്നൽസ് ഞാൻ ഈ രീതിയിൽ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു വേവ് ലെന്ത് ആക്സിസിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ രീതിയിൽ കുറച്ച് സിഗ്നൽസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സ് ആക്സിസ് പറഞ്ഞ കണക്ക് വേവ് ലെന്ത് എടുത്തു. ഇവിടെ അസ്യൂം 1550 നാനോമീറ്ററിൽ ആണ് ഈ സിഗ്നലിൻ്റെ വേവ് ലെന്ത്. ഇവിടെ 1500 നാനോമീറ്ററാണ്. ഇത് 1450 നാനോമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം. റൈറ്റ്. ഇങ്ങനെ ഈ 3 സിഗ്നൽസ് ഈ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയം സിലിക്ക ഫൈബർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ സിലിക്ക ഫൈബറിൽ സം മോളിക്കുലർ വേരിയേഷൻസ്, മോളിക്കുലർ വൈബ്രേഷൻസ് അവിടെ ഡെഫിനറ്റ്ലി കാണും. ഏതൊരു മീഡിയം എടുത്തിരുന്നാലും തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കാലം ഹയർ ലെവലിൽ അത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി മോളിക്കുലർ വൈബ്രേഷൻസ് ഇതിന് തീർച്ചയായിട്ടും കാണും. സോ ഇങ്ങനെയുള്ള സിലിക്കയിലേക്ക് ഞാൻ വളരെ ഹൈ പവറുള്ള ഒരു സിഗ്നൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. റൈറ്റ്. ഈ സിഗ്നൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് കണക്കുള്ള ആർബിട്രറി പോയിൻറ്റ്സിൽ കൊളിഷൻസ് നടക്കും. റൈറ്റ്. ഇത് കൊളൈഡ് ചെയ്ത് പോകും. ഇത് കൊളൈഡ് ചെയ്ത് പോകുമ്പോൾ കൊളിഷൻ വഴി എനർജി ലോസ് ഉണ്ടാവും. റൈറ്റ്. എനർജി എന്തായാലും നഷ്ടപ്പെടും. എനർജി നമുക്കറിയാം E=hν അല്ലെങ്കിൽ h/λ. അതായത് എനർജി ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ വേവ് ലെന്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിലുള്ള വേവ് ലെന്തിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ടിലുള്ള വേവ് ലെന്തിൻ്റെ കാലം ഹയർ ആയിട്ടുള്ളൊരു വേവ് ലെന്തിൽ ഇത് കൊളിഷൻ കഴിയുമ്പം ജനറേറ്റ് ചെയ്ത് വരും. ഞാനതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ ഇനിഷ്യലി എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എനർജി നഷ്ടപ്പെടുക എന്ന് പറയുമ്പം വേവ് ലെന്ത് ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ടൈമിലാണെങ്കിലോ ഇവിടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഫ്രീക്വൻസിയുടെ കാലം ലോവർ ഫ്രീക്വൻസിയിലുള്ളൊരു കമ്പോണൻ്റാണ് കൊളിഷന് ശേഷം ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് വേവ് ലെന്തിൻ്റെ കേസിലാകുമ്പോൾ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. ഇവിടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന വേവ് ലെന്ത് 1300 നാനോമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം. റൈറ്റ്. അപ്പം ഇത് ഈ പറഞ്ഞ കണക്ക് കൊളിഷൻ കഴിയുമ്പം 1550 നാനോമീറ്ററിലേക്ക് ഇത് മാറും. കാരണം എന്താ? എനർജി നഷ്ടപ്പെട്ടു കൊളിഷൻ വഴിയായിട്ട് എനർജി നഷ്ടപ്പെടുക എന്ന് പറയുമ്പം വേവ് ലെന്ത് കറസ്പോണ്ടിംഗ്ലി കൂടിയിട്ടുണ്ടാവും. റൈറ്റ്. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു 1550 നാനോമീറ്ററിൽ സഡനായിട്ട് സം എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1550 നാനോമീറ്ററിൽ തന്നെയാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് കറസ്പോണ്ടിംഗ്ലി 1550 നാനോമീറ്ററിനുള്ള സിഗ്നലിൻ്റെ പവർ ലെവൽ വളരെയേറെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. കമ്പയർഡ് ടു ബാലൻസ് ഉള്ള 1500ഉം 1450 നാനോമീറ്ററിലുള്ളതിൻ്റെ കാലം. റൈറ്റ്. അപ്പം ആ രീതിയിലുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ നടത്തുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ആണ് ഫൈബർ രാമൻ ആംപ്ലിഫയേഴ്സ്. ഇത് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി രാമൻ സ്കാറ്ററിംഗ് വഴിയായിട്ടാണ്. അപ്പോൾ രാമൻ സ്കാറ്ററിംഗ് വഴി നമുക്ക് ഈ കറസ്പോണ്ടിംഗ്ലി ഗെയിൻ അറ്റൈൻ ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ആണ് ഫൈബർ രാമൻ ആംപ്ലിഫയേഴ്സ്. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യം, ഇതൊരു നോൺ റെസൊണൻ്റ് ആംപ്ലിഫയർ ആണ്. നോൺ റെസൊണൻ്റ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് വഴി ഇവിടെ മീൻ ചെയ്യേണ്ടത് പോപ്പുലേഷൻ ഇൻവേഷൻ ഒന്നും തന്നെ ഇവിടെ അറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്. നമ്മൾ ഇതിന് മുമ്പിൽ കണ്ട എഡ്ഫയിലെല്ലാം തന്നെയും പോപ്പുലേഷൻ ഇൻവേഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കറസ്പോണ്ടിംഗ്ലി ആംപ്ലിഫിക്കേഷൻ ഒക്കർ ചെയ്യത്തുള്ളൂ. ഇതൊരു നോൺ റെസൊണൻ്റ് ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോപ്പുലേഷൻ ഇൻവേഷൻ ഒന്നും അറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ലൈസിങ് കണ്ടീഷൻസ് വരേണ്ട ആവശ്യമില്ല. അല്ലാതെയാണ് ഇത് വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പം അതുവഴി ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ സ്പോണ്ടേനിയസ് എമിഷൻ നോയ്സ് ഈ കേസിലേ ഇല്ല. ആംപ്ലിഫയർ സ്പോണ്ടേനിയസ് എമിഷൻ നോയ്സ് ഒന്നും ഉണ്ടാകാതെയാണിത് വർക്ക് ചെയ്ത് പോകുന്നത്. ഇനി ഇവിടെ കുറച്ച് ടെർമിനോളജീസും കൂടെ കറക്റ്റ്ലി നോട്ട് ചെയ്തിരിക്കണം. ഈ വരുന്ന സിഗ്നലാണ് പമ്പ് സിഗ്നൽ ഒരു പമ്പ് എനർജി. റൈറ്റ്. അപ്പോൾ ഇതിനെയാണ് പമ്പ് സിഗ്നൽ അല്ലെങ്കിൽ പമ്പ് എനർജി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽ. റൈറ്റ്. ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽ എനർജിയാണ്. ഇവിടെ 1550 നാനോമീറ്ററിലായിരുന്നു നമ്മുടെ ആവശ്യമുള്ള സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
ഇനി അടുത്തത് നോക്കേണ്ടത് ഇവിടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന വേവ് ലെന്ത്, അതായത് പമ്പ് സിഗ്നലിൻ്റെ വേവ് ലെന്ത് 1300 നാനോമീറ്റർ എന്നുള്ളത് ഈ പറഞ്ഞ കണക്ക് 1550 നാനോമീറ്ററിലേക്ക് മാറി വരുന്നുണ്ട് കൊളിഷൻ ശേഷം. ഇങ്ങനെ വരുന്ന ഷിഫ്റ്റാണ് സ്റ്റോക്സ് ഷിഫ്റ്റ്, റൈറ്റ്? സ്റ്റോക്സ് ഷിഫ്റ്റ്. ഇനി അടുത്ത ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വെറുതെ ഒരു പമ്പ് സിഗ്നൽ കൊടുത്താൽ ഇത് ഈ രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. ജയൻ്റ് ആയിട്ടുള്ള വലിയ സിഗ്നൽ തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യണം, ജയൻ്റ് പൾസ് സിഗ്നൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബറിൽ ആ സമയത്തുണ്ടായിരിക്കുന്ന പവർ ലെവൽ വളരെ ഹയർ ആയിരിക്കും, പവർ ലെവൽ വളരെ ഹയർ ആയിട്ട് തന്നെയായിരിക്കും വരേണ്ടത്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിനോമിന കൂടുതലി ഒപ്റ്റെയിൻ ചെയ്യുന്നത് സിംഗിൾ മോഡ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സിലും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ജയൻറ്റ് പൾസും ഹൈ പവർ ലെവലും ഒക്കെ വരുമ്പോൾ മാത്രമേ ഇത് ഒരു പർട്ടിക്കുലർ ലെവൽ കോൾഡ് ത്രഷോൾഡ് ലെവൽ, ത്രഷോൾഡ് ലെവലിൻ്റെ കാലം ഹയർ ആയിട്ടുള്ള ലെവലിൽ ഈ പറയുന്ന ജയൻറ്റ് പൾസിൻ്റെ പവർ ലെവൽ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഓൾ ഫിനോമിന പോലും ഒക്കർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് ലെവലിൻ്റെ കാലം ഹയറായിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന നോൺ റെസൊണൻ്റ് ആയിട്ടുള്ള ഫിനോമിന ഒക്കർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇനിഷ്യൽ പോർഷൻസിൽ സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിങ്ങിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനിമേ ഇവിടെ രാമൻ ആംപ്ലിഫയറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇത് ബേസിക്കലി കൊഹറൻറ്റ് വേവ്സ് ആണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്, റൈറ്റ്? എല്ലാ വേവ്സും ഒരേ കണക്ക് തന്നെയാണ് വന്നു പോകുന്നത്, ഒരേ ഫേസ്, ഒരേ ഫ്രീക്വൻസി, ഒരേ വേവ് ലെന്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സാണിത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. സിമിലർലി അതിൽ അടുത്ത നോട്ട് ചെയ്യേണ്ടത് 20 dB മേലെയുള്ള ഗെയിനൊക്കെ തന്നെയും ഇതിൽ നിന്ന് നമുക്ക് ഈസിലി ഒബ്റ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ഫൈബർ രാമൻ ആംപ്ലിഫയർ വഴി കഴിയാറുണ്ട്, റൈറ്റ്? ഇത് നമുക്ക് ഇതിൻ്റെ സ്ലൈഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ പോർഷനിലേക്ക് പോവാം, റൈറ്റ്? സോ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാര്യം നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഇതിനകത്തൊന്നും വരുന്നില്ല ഫർദറായിട്ട്. ഫൈബർ രാമൻ ആംപ്ലിഫയർ ഈസ് ബേസ്ഡ് ഓൺ സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിംഗ്. Herein, the pump energy at lambda p is transferred to the signal energy at lambda s in a non-resonant process to provide gain at lambda s, right? അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ കറസ്പോണ്ടിങ് പമ്പ് സിഗ്നൽ, അതിനോടൊപ്പം തന്നെ കണ്ടിരുന്ന കറസ്പോണ്ടിങ് സിഗ്നൽ എനർജി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിഗ്നൽ എനർജി അതൊരു നോൺ റെസൊണൻറ്റ് പ്രോസസ്സ് ആണെന്നുള്ളത് നമ്മൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ നോൺ റെസൊണൻറ്റ് പ്രോസസ്സ് വഴി ഒരു ഗെയിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1550 നാനോമീറ്റർ ഹയർ വേവ് ലെന്തുകളിലേക്ക് ഗെയിൻ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ആണ് ഫൈബർ രാമൻ ആംപ്ലിഫയേഴ്സ്. നെക്സ്റ്റ് നമുക്ക് രാമൻ എഫക്റ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. കൺസിഡർ ദ ഇൻട്രാക്ഷൻ ഓഫ് ലൈറ്റ് ക്വാണ്ടം of energy h nu and wavelength lambda equal to c by nu with a molecule as a collision satisfying the law of conservation of energy. In this encounter, the light quantum suffers a loss of energy and hence appears in the spectrum as a radiation of increased wavelength. This is called Stokes shift. The molecule which takes up the energy is transported to a higher level of rotation or vibration. This phenomena is normally called normal Raman scattering. അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒരു ജയൻറ്റ് പൾസ് വരികയും സിമിലർലി കൊളിഷൻ ഉണ്ടാകുന്നത് വഴി ലോ ഓഫ് കൺസർവേഷൻ എനർജി വെച്ചിട്ട് കൊളൈഡ് ചെയ്ത് കൊളിഷന് മുമ്പുണ്ടായിരുന്ന എനർജി എത്രയാണോ അത് തന്നെയായിരിക്കും കൊളിഷന് ശേഷമായിട്ട് പോകേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങിൽ എനർജി കുറേ ഭാഗം കൊളിഷനിൽ തന്നെ അത് അബ്സോർബ്ഡ് ആവും, ആ മോളിക്യൂൾസിൽ അബ്സോർബ്ഡ് ആവും. ബാലൻസ് വരുന്ന എനർജി റെഡ്യൂസ് ചെയ്യുകയും അങ്ങനെ എനർജി റിഡക്ഷൻ വേവ് ലെന്ത് ഇൻക്രീസിന് കാരണമാകുകയും അങ്ങനെ വരുന്ന ഷിഫ്റ്റിനെയാണ് ബേസിക്കലി സ്റ്റോക്ക് ഷിഫ്റ്റ് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ദ മോളിക്യൂൾ വിച്ച് ടേക്സ് അപ്പ് ദ എനർജി ഈസ് ട്രാൻസ്പോർട്ടഡ് ടു എ ഹയർ ലെവൽ ഓഫ് വൈബ്രേഷൻ, റൈറ്റ്? അപ്പോൾ ഏത് മോളിക്യൂളാണോ ഈ എനർജി എടുക്കുന്നത്, ആ കൊളിഷൻ നടക്കുന്ന ആ മോളിക്യൂൾ കറസ്പോണ്ടിങ് ഹയർ ലെവൽ ഓഫ് വൈബ്രേഷനിലേക്ക് പോവുകയും ഇങ്ങനെ വരുന്ന ഫിനോമിനയാണ് രാമൻ സ്കാറ്ററിംഗ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി സ്ലൈഡ്സ് വഴിയുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ കാര്യങ്ങളൊന്നുമില്ല, വായിച്ചു നോക്കിയാലും മതിയാവുന്ന പ്രത്യേകിച്ച് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടതൊന്നുമില്ല. ജയൻറ്റ് പൾസസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ, ഹൈ പീക്ക് പവർ ഇൻസിഡൻറ്റ് ഓൺ സിലിക്ക ഗ്ലാസ്, നോൺ ലീനിയർ ഫിനോമിന ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഫിനോമിനയാണ് രാമൻ സ്കാറ്ററിംഗ്. ഇത് സിമിലർലി ഫ്രീക്വൻസിയുടെ ടൈമിലാണെങ്കിൽ ഫ്രീക്വൻസി കുറവാണ് അനുഭവപ്പെടുന്നത്, വേവ് ലെന്തിൻ്റെ കേസിലാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സിമിലർലി ത്രഷോൾഡ് ലെവലിനേക്കാളും ഹയറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഫിനോമിന ഒക്കർ ചെയ്യത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ രീതിയിൽ കിട്ടുന്ന എമിഷൻ കംപ്ലീറ്റ്ലി കൊഹറൻറ്റും ആണ് എന്നുള്ള കാര്യം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സിലബസുകളിലേക്ക് വരുമ്പോൾ സിലബസുകളിലെ ബുക്കുകളിലുള്ള ഫിഗേഴ്സ് ഈ ഫോമിലാണ് ഇരിക്കുന്നത്. സോ ഇത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്.
ഇവിടെ ഒരു കപ്ലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻകമ്മിങ് ഇൻപുട്ട് സിഗ്നൽ, അതായത് നേരത്തെ കണ്ട 1500, 1450, 1550 നാനോമീറ്ററിൽ കണ്ട സിഗ്നൽസ്, ഇൻപുട്ട് സിഗ്നൽ മുഴുവൻ ഇവിടെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈബറിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിഗ്നലാണ് ഇവിടെ കൂടെ വരുന്നത്. ഇനി അതേസമയം തന്നെ നമ്മൾ പമ്പ് ലെവൽ താഴെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. റൈറ്റ്, പമ്പ് ലെവൽ താഴെ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ കപ്ലർ വഴി ഇൻട്രാക്ട് ചെയ്യും. റൈറ്റ്, കപ്ലർ വഴി ഇൻട്രാക്ട് ചെയ്യുകയും സിമിലർലി അത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് പ്രൊവൈഡ് ചെയ്തു. ഈ ഫൈബറിൽ വെച്ചിട്ടാണ് കറസ്പോണ്ടിങ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. റൈറ്റ്, അങ്ങനെ നമുക്കൊരു ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഇത് നേരത്തെ നമ്മൾ എഡ്ഫയിൽ കണ്ട കണക്ക് കോ പ്രൊപ്പഗേറ്റിങ്ങും കൗണ്ടർ പ്രൊപ്പഗേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് കോ പ്രൊപ്പഗേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ പമ്പിങ് ഇൻ ഫോർവേഡ് ഡയറക്ഷനാണ്. റൈറ്റ്, പമ്പ് ഫോർവേഡ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യുക, പമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ്. സിഗ്നൽ പോകുന്ന ഡയറക്ഷൻ ഈ ഫോമിൽ വന്നുപോയി, ബട്ട് പമ്പാണെങ്കിലോ ഈ ഡയറക്ഷനിലാണ് വന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കറസ്പോണ്ടിങ്ങിലി ബാക്ക്വേഡ് പമ്പിങ് പ്രോസസ്സും ആണ്. റൈറ്റ്, ഈ ഫൈബറിൽ കയറുന്നത് വഴി ഫൈബറിൽ ഈ സമയം കൊളിഷൻസ് നടക്കുകയും സ്കാറ്ററിങ് നടന്ന് നമുക്ക് കറസ്പോണ്ടിങ്ങിലി സ്റ്റോക്ക് ഷിഫ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി ആംപ്ലിഫിക്കേഷനാണ് ഒക്കർ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു നോൺ റെസൊണൻറ്റ് ഫിനോമിനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇൻവേഷൻ അറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിമിലർലി ഫൈബർ റാമർ ആംപ്ലിഫയേഴ്സ് നേരത്തെ കണ്ട തിയറി പറഞ്ഞ പോലെ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. സിമിലർലി അതിന് 20 dBയോളം ഗെയിനും അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ബാൻഡ് കൊടുത്ത് ടിപ്പിക്കലി 50 നാനോമീറ്ററുമാണ്. റൈറ്റ്, ഇനി മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് വെരി ഹൈ പമ്പ് പവേഴ്സ് വേണം. ഈ ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സിലേക്ക് വരുമ്പം വളരെ ഹൈ പമ്പ് പവർ വേണം. ഞാൻ ഇനിഷ്യലി തന്നെ പറഞ്ഞു വളരെ ജയൻ്റ് ആയിട്ടുള്ള പൾസ് സപ്ലൈ ആണ്. സിമിലർലി ലോങ് ലെന്ത് ഓഫ് ഫൈബേഴ്സും വേണം. എഡ്ഫയിൽ 30 മീറ്റർ 50 മീറ്റർ ഫൈബറിൽ ആംപ്ലിഫിക്കേഷൻ നടന്നുവെങ്കിൽ ഇവിടെ കിലോമീറ്റേഴ്സോളം ലെന്തുള്ള ഫൈബേഴ്സ് വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സിൻ്റെ കമ്പാരിസണിലേക്ക് പോവാം. സോ ഇതിൽ കമ്പയർ ചെയ്യുന്നത് എർബിയം ഫൈബർ, രാമൻ ഫൈബർ, ബ്രിലോവിയൻ ഫൈബർ ആണ്. ഈ കമ്പാരിസൺ ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിലബസിനകത്ത് അത് കമ്പയർ ചെയ്യാനായിട്ടുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത് ടിപ്പിക്കൽ ലേസറുമായിട്ടാണ് ഇതിലെല്ലാം കമ്പയർ ചെയ്ത് പോകുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം അൺസാച്ചുറേറ്റഡ് ഡിവൈസ് ഗെയിൻ ഹയറായിട്ട് വരുന്നത് രാമൻ ആംപ്ലിഫയർ. നമ്മൾ എർബിയം ഫൈബർ കണ്ടായിരുന്നു 20 dBയുടെ അടുത്ത് ഗെയിൻ അതിന് ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് 20 to 30 dB ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ബ്രിലോവിയൻ ഫൈബറിലാണ്. ബ്രിലോവിയൻ ഫൈബർ നമ്മുടെ സിലബസിനകത്ത് വന്നു പോകുന്നില്ല. ഇനി രാമൻ ഫൈബറും എർബിയം ഫൈബറും അതിൽ തമ്മിലൊരു വലിയ വ്യത്യാസം വരുത്തുന്നില്ല. അത് 15 dBയുടെ അടുത്ത് ഗെയിൻ രാമൻ ഫൈബർ വന്നപ്പോൾ എർബിയം ഫൈബർ 30 dBയുടെ അടുത്ത് തന്നെ നമുക്ക് ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിവേ അത് ഗ്രേറ്റർ ദാൻ 20 dB ആണ് അലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. രാമൻ ഫൈബർ 15 dB വരെ അലോ ചെയ്യാനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിമിലർലി പമ്പ് പവറിൽ വലിയ വ്യത്യാസം തന്നെ ഉള്ളതാണ്. റൈറ്റ്, എർബിയത്തിൻ്റെ പമ്പ് പവർ വളരെ ചെറുത് മതി, 20 milliwatt പവറിൽ വർക്ക് ചെയ്യും. ബട്ട് ഇവിടെയാണെങ്കിലോ അതിൻ്റെ 5 ടൈംസോളം പവർ വേണം. രാമൻ ഫൈബറിൽ അതിൻ്റെ 5 ടൈംസോളം പവർ ഡെഫിനറ്റ്ലി വേണം. ഇനി ഒപ്റ്റിക്കൽ പമ്പ് വേവ്ലെന്ത്, എർബിയം ഫൈബറിന് നമുക്കറിയാം 820 നാനോമീറ്ററിലോ 1400 നാനോമീറ്ററിലോ എല്ലാം തന്നെയും ഒപ്റ്റിക്കൽ പമ്പ് ലെവൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബട്ട് രാമനും ബ്രിലോവിയൻ ഫൈബേഴ്സിലും ഈ പറയുന്ന കണക്ക് സ്റ്റോക്ക് ഷിഫ്റ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പമ്പ് വേവ്ലെന്തിൻ്റെ കാലം അത് സ്റ്റോക്ക് ഷിഫ്റ്റ് ബിലോ സിഗ്നൽ എന്നാണ് എടുത്തിരിക്കുന്നത്. ആ സ്കാറ്ററിങ് നടക്കുന്നത് വഴിയാണത് ഷിഫ്റ്റ് ചെയ്ത് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഷിഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ബയസ് കറൻറ്റ്, അത് എർബിയം ഫൈബറിന് ആൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ 100 milliamperes ആണ്. ബട്ട് നേരത്തെ തന്നെ പറഞ്ഞു ജയൻ്റ് ആയിട്ടുള്ള പൾസാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇലക്ട്രിക്കൽ ബയസ് കറൻറ്റ് ഈ പറയുന്ന രാമൻ ഫൈബറിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഹയർ ആയിരിക്കും. അത് ഗ്രേറ്റർ ദാൻ 500 milliampere, 0.5 ആംപിയറോളം കറണ്ട് തന്നെ രാമൻ ഫൈബറിൻ്റെ കേസിൽ വേണ്ടി വരും. ഇനി വേവ് ലെന്ത് ഓഫ് ഓപ്പറേഷൻ, എർബിയം ഫൈബർ ടിപ്പിക്കലി 1550 നാനോമീറ്റർ ആണ്. അത് 1520 മുതൽ 1600 നാനോമീറ്റർ വരെയുള്ളത് നമ്മളവിടെ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ബട്ട് രാമൻ ആംപ്ലിഫയേഴ്സ് ആകുമ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. അത് പമ്പ് വേവ് അലോ ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ വെച്ച് നമുക്ക് കറസ്പോണ്ടിങ് ഷിഫ്റ്റ് വരുത്തി ഏത് വേവ് ലെന്തിനെ വേണമെങ്കിലും നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് കറസ്പോണ്ടിങ്ലി എർബിയം ഫൈബറിന് 10 നാനോമീറ്റർ മുതൽ 40 നാനോമീറ്റർ വരെ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. സിമിലർ ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് രാമൻ ഫൈബറിൽ വരുന്നത്. ബട്ട് ഇവിടെയാണ് അടുത്ത് നോക്കേണ്ടത്. ബ്രിലോവിയൻ ഫൈബറിൽ ജസ്റ്റ് 0.001 നാനോമീറ്റർ ബാൻഡ് വിഡ്ത്തേ ഉള്ളൂ. ഇത്രയും ചെറിയ ബാൻഡ് വിഡ്ത്ത് മാത്രമേ
ഇതിന് ആംപ്ലിഫൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ ആദ്യത്തെ കേസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ, അതായത് ഗെയിൻ വളരെ ഹയർ ആണ്, റൈറ്റ്. ഗെയിൻ വളരെ ഹയർ ആകുമ്പോൾ ബാൻഡ് വിഡ്ത്ത് ഒബ്വിയസ്ലി കുറഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും ഹയർ ഗെയിൻ വരുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ബേസിക്കലി ബ്രിലോവിയൻ ഫൈബേഴ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 25 dB അവിടെ കണ്ടതുമാണ്. അപ്പോൾ ഇതൊരു നോമിനൽ റേഞ്ച് ഓഫ് ബാൻഡ് വിഡ്ത്താണ് ഇത് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് കപ്ലിംഗ് ലോസസ് എല്ലാം ടിപ്പിക്കൽ ലെവലിലാണ്, എല്ലാം ലെസ് ദാൻ 1 dB ആണ്. സിമിലർലി പോളറൈസേഷൻ സെൻസിറ്റിവിറ്റി നമ്മൾ എഡ്ഫയുടെ കേസിൽ തന്നെ കണ്ടു. പോളറൈസേഷൻ അത് സെൻസിറ്റീവ് അല്ല, പോളറൈസേഷൻ ഇൻസെൻസിറ്റീവാണ് എഡ്ഫയുടെ കേസ്. അത് തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്യാനുള്ള രാമൻ ആംപ്ലിഫയർ ആണെങ്കിൽ. നെക്സ്റ്റ് സാച്ചുറേറ്റഡ് ഔട്ട്പുട്ട്. അത് ടിപ്പിക്കലി സാച്ചുറേറ്റഡ് ഔട്ട്പുട്ട് പവർ വരുന്നത് മില്ലി വാട്ട് റേഞ്ചിലാണ് എർബിയം ഫൈബറിൽ വരുന്നത്. ഇവിടെയാണെങ്കിൽ ആ പമ്പ് പവറിനെ മാത്രമാണ് അതിനെ ലിമിറ്റ് ചെയ്യുന്ന എലമെൻ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡയറക്ഷൻ. നമ്മൾ എഡ്ഫ തന്നെ കണ്ടു, കോപ്രൊപ്പഗേഷനും കൗണ്ടർ പ്രൊപ്പഗേഷനും കണ്ടു. സിമിലർലി രാമനിലും ഇത് സിമിലർ ആയിട്ടുള്ള ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് പ്രൊപ്പഗേഷൻ കണ്ടു. ബ്രിലോവിയൻ നമ്മളതിൽ കവർ ചെയ്ത് പോകുന്നില്ല, ബ്രിലോവിയനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് വന്ന് പോകുന്നത്. നെക്സ്റ്റ് നോയ്സ് എർബിയം ഫൈബറിന് ആൾമോസ്റ്റ് നോയ്സ് ഫിഗർ 5 to 6 dB അടുത്തായിരുന്നു. അപ്പം അതിലും ബെറ്റർ ആയിട്ടുള്ള നോയ്സ് ഫിഗേഴ്സാണ് നമുക്ക് രാമനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. വെരി ലോ നോയ്സ് ഫിഗേഴ്സാണ്. ബ്രിലോവിയനിലും സിമിലറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്, ബ്രിലോവിയൻ ഫൈബർ ഒബ്വിയസ്ലി ഗെയിൻ വളരെ ഹയർ ആണ്, ബട്ട് ബാൻഡ് വിഡ്ത്ത് കുറവാണെന്നുള്ളതാണ്. അതിൻ്റെ നോമിനലി വരുന്നതാണ് രാമൻ ഫൈബറും എർബിയം ഫൈബേഴ്സും. ഇതിൽ രാമനാണെങ്കിലും എർബിയം ആണെങ്കിലും അത് ആ കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ അടുത്ത ഒരു പോയിന്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫൈബറിൻ്റെ ലെന്താണ്, റൈറ്റ്. എർബിയം ഫൈബറിന് നേരത്തെ പറഞ്ഞ് 50 മീറ്റർ ലെന്തേ ഉള്ളൂ, അപ്പോൾ ആ പോയിന്റും കൂടെ ആഡ് ചെയ്തേക്കണം. രാമൻ ഫൈബറിലാണെങ്കിൽ കിലോമീറ്റേഴ്സോളം ലെന്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ്സ് നടക്കത്തുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് തുലിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ TDFA. തുലിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയേഴ്സ്. സോ നമുക്കറിയാം ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. എഡ്ഫ 1550 നാനോമീറ്റർ ലോ അറ്റ്യൂനേഷനിലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ 1550 നാനോമീറ്ററിൻ്റെ നിയർ ബൈ ആയിട്ട് വരുന്ന വേവ്ലെൻസ് എല്ലാം തന്നെ ഓൾറെഡി കവേർഡ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി തന്നെ ഈ പറയുന്ന വേവ്ലെൻത്തിലുള്ളതെല്ലാം തന്നെ കവേർഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ WDM ടൈപ്പ് ഓഫ് സിസ്റ്റത്തിലേക്ക് വരുമ്പം നിയർ ബൈ ആയിട്ടുള്ള വേവ്ലെൻസും നമ്മൾ കറസ്പോണ്ടിംഗ്ലി സിഗ്നൽ പ്രൊപ്പഗേഷന് കഴിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്തു. സോ അങ്ങനെ നമ്മൾ യെസ് ബാൻഡ്, നമ്മൾ എഡ്ഫ വരുന്നത് ബേസിക്കലി C ബാൻഡിലാണ്. യെസ് ബാൻഡിൽ വരുന്ന 1450 നാനോമീറ്റർ മുതൽ 1530 നാനോമീറ്റർ വരെ വരുന്ന വേവ്ലെൻതിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ഏതാണെന്ന് ചെക്ക് ചെയ്യുകയും അതിനുള്ള റിസൾട്ടായിട്ട് കിട്ടിയതാണ് തുലിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ. സോ അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഇത് ബേസിക്കലി ഒരു യെസ് ബാൻഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ തുലിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ. അതിനോടൊപ്പം തന്നെ അവിടെ നോട്ട് ചെയ്യേണ്ടത് അത് 1450 നാനോമീറ്റർ മുതൽ 1530 നാനോമീറ്ററിലാണിത് വർക്ക് ചെയ്യുന്നത്. സിമിലർലി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഇത് ബേസിക്കലി ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബറാണ്, റൈറ്റ്. ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബറിൽ മാത്രമേ ഈ പറയുന്ന കറസ്പോണ്ടിങ് ആംപ്ലിഫിക്കേഷൻ ഈ പർട്ടിക്കുലർ വേവ് ലെങ്തിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. എഡ്ഫ നമ്മൾ കണ്ടായിരുന്നു, എഡ്ഫയ്ക്കകത്ത് യൂസ് ചെയ്തിരുന്നത് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൈബർ തന്നെയായിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എഡ്ഫ പോലെ സിമ്പിളായിട്ടുള്ള ഒരു എലമെൻ്റ് അല്ല ഈ പറയുന്ന TDFയുടെ അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ. കാരണം അതിനകത്ത് നമ്പർ ഓഫ് എനർജി ലെവൽസ് ഉണ്ട്. ഇതിനകത്ത് ധാരാളം എനർജി ലെവൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സംവാട്ട് കോംപ്ലക്സ് ആണ് സാധനം. എഡ്ഫയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംവാട്ട് കോംപ്ലക്സ് ആണ്. എഡ്ഫയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു ബേസിക്കലി 3 എനർജി ബാൻഡുകൾ അല്ലെങ്കിൽ എനർജി ലെവൽസാണ് വരുന്നത്. ഗ്രൗണ്ട് ലെവൽ ഉണ്ടായിരുന്നു, ഏറ്റവും ഹയർ ആയിട്ട് പോകുമ്പോൾ എക്സൈറ്റഡ് ലെവൽ ഉണ്ടായിരുന്നു, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മെറ്റാസ്റ്റേബിൾ ലെവലും ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റാസ്റ്റേബിൾ ലെവലിൽ വന്നിട്ട് താഴോട്ട് വന്നാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എഡ്ഫ ബേസിക്കലി ഒരു 3 ലെവൽ സിസ്റ്റം ആയിരുന്നു. ഇവിടെ നമുക്ക് അതുപോലെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പമ്പ് സോഴ്സിനെ വെച്ചിട്ട് ഇതൊരു ബേസിക്കലി 4 ലെവൽ സിസ്റ്റമായിട്ട് നമുക്കിതിനെ റഫ്ലി മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെന്ത്, TDFയിൽ യൂസ് ചെയ്യുന്ന വേവ് ലെന്ത് 1050 നാനോമീറ്റർ വേവ് ലെന്തിലുള്ള പമ്പ് സോഴ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ മെൻഷൻ ചെയ്താണ് ഒരു 4 ലെവൽ സിസ്റ്റമായിട്ട് ഇതിന് ഈസിലി വർക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്. സിമിലർലി ഇത് 790 നാനോമീറ്ററിലാണെങ്കിലും ഒരു 4 ലെവൽ സിസ്റ്റം ആയിട്ടാണിത് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. നമ്മൾ എഡ്ഫയിൽ ഈ പറയുന്ന 1050 നാനോമീറ്റർ അല്ല, അവിടുത്തെ വേവ് ലെന്ത് പമ്പ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് വരുന്ന 980 നാനോമീറ്റർ ആണെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ആൾമോസ്റ്റ് 1420 നാനോമീറ്ററിൻ്റെ അടുത്തുള്ളതാണെന്നും ചെക്ക് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഫൈബർ ആംപ്ലിഫയേഴ്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്
ആ ഹോസ്റ്റ് മെറ്റീരിയലിൽ ഡോപ്പൻസ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഡോപ്പൻസ് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഡോപ്പൻസ് എന്ന് മീൻ ചെയ്യുന്നത് ഡോപ്പൻസ് ഇൻട്രാക്ട് വിത്ത് ഹോസ്റ്റ് മെറ്റീരിയൽ. ഡോപ്പൻസ് എന്ന് മീൻ ചെയ്യുന്നത് റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ് ഈ പറയുന്ന ഫൈബർ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡോപ്പൻസ് എന്ന് പറയുന്നത് എർബിയം, EDFA ആണെങ്കിൽ ER3+ ആണ്. ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന തുല്യമായിരിക്കും, റൈറ്റ്. ഈ എർബിയം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ബേസിക്കലി സിലിക്കയാണ്, സിലിക്ക ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഈ പറയുന്ന തുല്യം ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണെന്നും കണ്ടു. അങ്ങനെ വരുന്ന ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ZB LAN ഫൈബേഴ്സിലാണ്, റൈറ്റ്. ZB LAN ഫൈബേഴ്സ് അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെല്ലാം ഫ്ലൂറൈഡിൻ്റെ കോമ്പോസിഷനാണ്, അതായത് സിർക്കോണിയം, റൈറ്റ്. സിർക്കോണിയം ഫ്ലൂറൈഡാണ് ബേസിക്കലി എടുത്തിരിക്കുന്നത്. എല്ലാം ഫ്ലൂറൈഡാണ്, അതുകൊണ്ട് ഞാൻ അത് ആയിട്ട് മാർക്ക് ചെയ്യുന്നില്ല. സിർക്കോണിയത്തിൻ്റെ ഫ്ലൂറൈഡ് എടുക്കുന്നുണ്ട്. സിമിലർലി ബാരിയത്തിൻ്റെ ഫ്ലൂറൈഡ് എടുക്കുന്നുണ്ട്. സിമിലർലി L സ്റ്റാൻഡ്സ് ഫോർ ലാന്താനത്തിൻ്റെ ഫ്ലൂറൈഡ് എടുക്കുന്നുണ്ട്. സിമിലർലി അടുത്ത A സ്റ്റാൻഡ്സ് ഫോർ അലുമിനിയത്തിൻ്റെ ഫ്ലൂറൈഡ് എടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് N സ്റ്റാൻഡ്സ് ഫോർ സോഡിയത്തിൻ്റെയും ഫ്ലൂറൈഡ്സ് എടുത്തിട്ടാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബറിലാണിത് തുല്യം ഡോപ്പ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. ഇനി ഇതിൻ്റെ ഒരു കോമ്പോസിഷനും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ സിർക്കോണിയം ഫ്ലൂറൈഡാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ തരുന്നത്. ആൾമോസ്റ്റ് 53% സിർക്കോണിയം ഫ്ലൂറൈഡാണ്. നെക്സ്റ്റ് 20% ബാരിയത്തിൻ്റെ ഫ്ലൂറൈഡും സിമിലർലി സോഡിയത്തിൻ്റെ ഫ്ലൂറൈഡും ഉണ്ട്. അപ്പം 53 + 20 + 20 അതായത് 93% കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നീടുള്ളത് 4% ലന്താനത്തിൻ്റെ ഫ്ലൂറൈഡും സിമിലർലി 3% അലുമിനിയത്തിൻ്റെ ഫ്ലൂറൈഡുമാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലുള്ള കോമ്പോസിറ്റ്സ് എടുത്താണ് നമ്മൾ ഈ പറയുന്ന ZB LAN ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ZB LAN ഫൈബർ ബേസിക്കലി സിർക്കോണിയം, ബാരിയം, ലന്താനം, അലൂമിനിയം ആൻഡ് സോഡിയത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലൂറൈഡ് കോമ്പോസിഷനാണ്. ഇത് സിർക്കോണിയം ഫ്ലൂറൈഡാണ്. സിമിലർലി ഇത് ബാരിയം ഫ്ലൂറൈഡാണ്, ലന്താനം ഫ്ലൂറൈഡാണ്, അലൂമിനിയം ഫ്ലൂറൈഡ്, സിമിലർലി സോഡിയം ഫ്ലൂറൈഡ്. ഇങ്ങനത്തുള്ള ഹോസ്റ്റ് മെറ്റീരിയലിലാണ് നമ്മൾ തുല്യം കൊണ്ടുവന്ന് ഡോപ്പ് ചെയ്യുന്നത്, റൈറ്റ്. ഇതിൻ്റെ ഇനീഷ്യൽ പോർഷനിൽ തന്നെ ഞാൻ പറഞ്ഞു എനർജി ലെവൽ ഡയഗ്രാംസ്, അതായത് എഡ്ഫയുടെ വർക്കിങ്ങിനേക്കാളും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഈ പറയുന്ന TDFAയിൽ വരുന്നത്. ഇത് ടിപ്പിക്കലായിട്ടുള്ള എനർജി ലെവൽ ഡയഗ്രാമാണ് ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Y ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്ന എനർജിയാണ്, റൈറ്റ്. അപ്പോൾ ഇത് ഹയർ എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. എനർജിക്ക് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടാണ് വേവ് ലെന്ത് പോകുന്നത്. അതായത് 0 മുതൽ ഈ ആൾമോസ്റ്റ് 12 വരെ ഉള്ള യൂണിറ്റ്സ് ഓഫ് എനർജി എത്തിയപ്പോൾ വേവ് ലെന്ത് 790 നാനോമീറ്റർ ആണ്. ബട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുക, 1800 നാനോമീറ്റർ ഈ ഒരു റേഞ്ച് ട്രാൻസിഷനിൽ വരുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ വേവ് ലെന്തും എനർജി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇവിടെ വേവ് ലെന്ത് കൂടി ബട്ട് എനർജി ആ സമയത്ത് കുറവാണ്. ഇവിടെ വേവ് ലെന്ത് കുറവാണ്, ആ സമയത്ത് എനർജി കൂടുതലാണ്. ഇനി നമുക്ക് എൻ്റെ ട്രാൻസിഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ ട്രാൻസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ ലെവലാണ്. ഇത് എഴുതിയിരിക്കുന്ന 3H4 ലെവലാണ്. അടുത്ത നോട്ട് ചെയ്യേണ്ട 3F4 ലെവലുമാണ്. 3H4 ആൻഡ് 3F4 ലെവലാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന TDFA വർക്ക് ചെയ്യുന്ന വേവ് ലെന്ത് ആൾമോസ്റ്റ് 1470 നാനോമീറ്ററിലാണ്. അപ്പോൾ 1470 നാനോമീറ്ററിലുള്ള എമിഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 3H4ൽ നിന്ന് 3F4ലേക്ക് ട്രാൻസിഷൻസ് ഉണ്ടാവണം, റൈറ്റ്. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഹൈ എനർജി അപ്ലൈ ചെയ്ത് നമ്മളിതിനെ കറസ്പോണ്ടിംഗ്ലി 3H4 ലെവലിൽ അറ്റൈൻ ചെയ്യിക്കുകയും 3H4 ലെവലിൽ നിന്ന് ഇത് ഡീക്കേ ചെയ്ത് 1.3 മില്ലി സെക്കൻഡ്സ് ആണ് അവിടുത്തെ ലൈഫ് ടൈം വരുന്നത്. അത് ഡീക്കേ ചെയ്ത് 3F4 ലെവലിൽ വരും. 3F4 ലെവൽ, അതായത് 3H4 to 3F4 ലെവലാണ് നമുക്ക് കറസ്പോണ്ട് ചെയ്ത് വരുന്ന 1470 നാനോമീറ്റർ. അപ്പം ഈ രണ്ട് ലെവലുകളുടെ ട്രാൻസിഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് ബേസിക്കലി 1470 നാനോമീറ്ററിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പമ്പ് സോഴ്സ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാം. പമ്പ് സോഴ്സ് വരുന്നത് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് 790 നാനോമീറ്ററിൽ ഒരു പമ്പ് സോഴ്സ് ഉണ്ട്. അത് ഈ ഫിഗറിൽ വ്യക്തമാണ്. സോ പമ്പ് സോഴ്സ് 790 നാനോമീറ്ററിൽ ഒരു പമ്പ് സോഴ്സ് ഉണ്ട്, റൈറ്റ്. ഈ 790 നാനോമീറ്ററിൽ വരുന്ന പമ്പ് സോഴ്സ് ഇതിനെ എളുപ്പം തന്നെ 3H4 ലെവലിൽ എത്തിച്ചു. 3H4 ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഡീക്കേ ചെയ്ത് വരുന്നത് 3F4ലേക്ക് പോകും. 1470 നാനോമീറ്ററിൽ എമിഷൻ ഉണ്ടാകും. സിമിലർലി സെക്കൻഡറി പമ്പ് സോഴ്സ് ആയിട്ട് നമുക്ക് 1050 നാനോമീറ്റർ യൂസ് ചെയ്യാം.
റൈറ്റ്. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ലൈഫ് ടൈം വളരെ ചെറുതാണ്. ഇത് ഉടൻ തന്നെ ഈ പറയുന്ന 3H4 ലെവലിലെത്തും. റൈറ്റ്. 1050 നാനോമീറ്റർ പമ്പ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 3F3 ലെവലിലേക്ക് പോവുകയും അത് ഉടൻ തന്നെ 3H4 ലെവലിൽ വരികയും 3H4 ലെവൽ 1.3 മില്ലി സെക്കൻഡോളം ലൈഫ് ടൈം ഉണ്ട്. അവിടെ നിന്ന് ഇത് സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ ഹെൽപ്പോടുകൂടി 3F4 ലെവലിൽ വരും. 3F4 ആണ് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ കണക്ക് വർക്ക് ചെയ്യുന്നത്. എമിഷൻ ടൈമിൽ ഇത് ആൾമോസ്റ്റ് ഗ്രൗണ്ട് ലെവൽ കണക്ക് വർക്ക് ചെയ്യുന്നത് 3F4 ആണ്. കാരണം ഇവിടെ കുറച്ച് ടൈമും കൂടെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. 10 മില്ലി സെക്കൻഡോളം ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിലോ 1.3 മില്ലി സെക്കൻഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള ട്രാൻസിഷനാണ് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് 1470 നാനോമീറ്ററിൽ ഇതിനെ വർക്ക് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. എഗെയിൻ ഓർത്തിരിക്കുക, ഇത് തന്നെയാണ് ഗ്രൗണ്ട് ലെവൽ. ബട്ട് ഈ ഒരു ലെവലിന് ഇതിന് 10 മില്ലി സെക്കൻഡോളം ടൈമുണ്ട്. അപ്പോൾ അതൊരു ഇൻഎഫക്റ്റീവ്ലി ആ രീതിയിൽ ഈ രണ്ട് ട്രാൻസിഷൻസിൻ്റെ വഴി നമുക്ക് 1470 അറ്റൈൻ ചെയ്യാനും കഴിയും. ഇനി നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് TDFA നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നതിൽ വരുന്ന ഡിഫിക്കൽട്ടി എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് കോംപ്ലക്സ് ആണെന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കലി വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. TDFAയുടെ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ ചെക്ക് ചെയ്യുമ്പം നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇവിടെ വളരെ കുറവാണ്. റൈറ്റ്. നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ഫോണോൺ ട്രാൻസിഷൻസ് വളരെ കുറവാണ്. സോ നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ഫോണോൺ ട്രാൻസിഷൻസ് കുറവാകുക എന്ന് പറയുമ്പം അത് മീൻ ചെയ്യുന്നത് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ലൈഫ് ടൈംസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഒന്നുകിൽ റേഡിയേറ്റീവ്, അതായത് ഫ്ലൂറസൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നോൺ റേഡിയേറ്റീവ് ആണുള്ളത്. ഇതിൽ നോൺ റേഡിയേറ്റീവ് ഫോണോൺ ട്രാൻസിഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ലൈഫ് ടൈംസ് കൂടുതലാണ്. അത് ഈ ഫിഗറിലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ലൈഫ് ടൈംസ് ഇൻക്രീസസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ 3F4 ഫ്ലൂറസൻ്റ് ആയിട്ട് വരുന്നതിന് 10 മില്ലി സെക്കൻഡോളം ലൈഫ് ടൈം ഉണ്ടായിരുന്നു. സിമിലർലി നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ട്രാൻസിഷൻസിന് വളരെ ചെറിയ ലൈഫ് ടൈം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്. പമ്പ് ചെയ്ത് എക്സൈറ്റഡ് ലെവൽ അല്ലെങ്കിൽ ഹയർ ലെവലുകളിലേക്ക് ഇത് പമ്പ് ചെയ്ത് മാറ്റാൻ വളരെ എളുപ്പമാണ്. സോ ഇവിടെ കറസ്പോണ്ടിങ് ഈ പറയുന്ന ഫ്ലൂറസൻ ലൈഫ് ടൈം അല്ലെങ്കിൽ ഫോട്ടോൺ എനർജിക്ക് കൂടുന്നതിനനുസരിച്ച് അവിടെ ഡിക്രീസ് ചെയ്യപ്പെടുന്നത് മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റിയാണ്. സോ ഈ ടൈപ്പ് ഓഫ് ഡിവൈസസിന് ഫോട്ടോൺ എനർജി അല്ലെങ്കിൽ ഫ്ലൂറസൻ ലൈഫ് ടൈം കൂടുതലായതുകൊണ്ട് മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഇത് രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. റൈറ്റ്. മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി വളരെ കുറവാകുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. റൈറ്റ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇതിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പലപ്പോഴും TDFAയുടെ കേസിൽ വരും. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടിപ്പിക്കലി TDFAയുടെ എനർജി ലെവൽ ഡയഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ നോൺ റേഡിയേറ്റീവ് ആയിട്ടുള്ള ഫോണോൺ ട്രാൻസിഷൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറസൻ ലൈഫ് ടൈംസ് വളരെ കൂടുതലാണ്. ഫ്ലൂറസൻ ലൈഫ് ടൈംസ് കൂടുക എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ എനർജി വളരെ കൂടുതലാണ്. ഫോട്ടോൺ എനർജി കൂടുതലാകുക എന്ന് പറയുമ്പം ആ ഡിവൈസിൽ കറസ്പോണ്ടിങ് മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യേണ്ടത്. റൈറ്റ്. മെക്കാനിക്കൽ ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, ആ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യവുമാണ്. സോ നെക്സ്റ്റ് നമുക്ക് TDFA വെച്ചുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ TDFAയിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന പറയുന്ന ഫ്ലൂറൈഡ് ആയിട്ടുള്ള ഫൈബറാണ് ഹോസ്റ്റ് മെറ്റീരിയൽ എന്ന് കണ്ടു. ZB LAN ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് പുറമെ സിലിക്കൺ മെറ്റീരിയലിൽ തന്നെ ഈ പറയുന്ന തുലിയം ഡോപ്പ് ചെയ്ത് കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് അതെല്ലാം തന്നെ ലെസ്സർ എഫിഷ്യൻ്റ് ആണ് സിലിക്ക ഹോസ്റ്റ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുമ്പോൾ. റൈറ്റ്. ലെസ് എഫിഷ്യൻ്റ് ആണ്. അപ്പം ഈ സിലിക്കൺ മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ഒപ്റ്റിമം റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ സിലിക്കൺ മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യുന്നു പറഞ്ഞു. ZB LAN അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ആയിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഫ്ലൂറൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആംപ്ലിഫയേഴ്സിൽ ഫൈബർ ഒരു പർട്ടിക്കുലർ ലെന്തുള്ളൊരു ഫൈബറിലൂടെ ഇൻകമ്മിങ് സിഗ്നൽ കടത്തി വിടുകയും അത് കറസ്പോണ്ടിങ് ഈ ഫൈബറിൻ്റെ ലെന്തിൻ്റെ ഹെൽപ്പോടുകൂടി ആ ഫൈബർ ലെന്തിൽ ഈ ഡോപ്പ് ചെയ്തിരിക്കുന്ന റെയർ എർത്ത് എലമെൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഈ പറയുന്ന എനർജി ലെവൽ ഡയഗ്രത്തിൽ കണ്ടാണ് കുറേ ആംപ്ലിഫിക്കേഷൻ നമുക്ക് അറ്റൈൻ ചെയ്ത് വരുന്നത്. റൈറ്റ്. അപ്പം ഓർക്കുക, നമ്മൾ സാധാരണ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബേഴ്സ് ഈ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് സിലിക്ക ഫൈബറാണ്. ഇവിടെയാണെങ്കിലോ വീണ്ടും സിലിക്ക ഫൈബറാണ്. ബട്ട് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതോ ഈ പറഞ്ഞിരിക്കുന്ന
ZB-LAN ഫൈബേഴ്സാണ്, റൈറ്റ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ഓഫർ ചെയ്യുന്നൊരു കാര്യവും കൂടെയാണ്. നമ്മൾ ഹെഡ്ഫൈൽ കൊണ്ട് സിലിക്ക ഫൈബർ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്ന, ആ ട്രാൻസ്മിഷൻ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബർ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇവിടെയാണെങ്കിലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബറാണ്. അപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസാണ് ഈ ഫിഗർ അല്ലെങ്കിൽ ഈ കോൺഫിഗറേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, റൈറ്റ്. അപ്പോൾ ZB-LAN നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഹൈ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഉള്ള ഫൈബേഴ്സ് തന്നെ യൂസ് ചെയ്യണം, റൈറ്റ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിലിക്കൺ ഫൈബറിൻ്റെ മോഡ് ഫീൽഡ് ഡയമീറ്ററും സിമിലർലി ZB-LANൻ്റെ മോഡ് ഫീൽഡ് ഡയമീറ്ററും വളരെ ഡിഫറെൻ്റ് ആണ്, റൈറ്റ്. മോഡ് ഫീൽഡ് ഡയമീറ്റേഴ്സ് ഓഫ് സിലിക്ക ആൻഡ് ZB-LAN ആർ ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഇത് കറസ്പോണ്ടിങ്ങിൽ ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചറുള്ള ഫൈബേഴ്സ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇനി നമുക്ക് ഈ കോൺഫിഗറേഷൻ ഒന്ന് ചെയ്യാം. ഇൻകമ്മിങ് സിഗ്നലുണ്ട്, ലേസർ ഡയോഡ്, റൈറ്റ്. ഇവിടെ നേരത്തെ കണ്ട കണക്ക് WDM പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കപ്ലിംഗ് പ്രോസസ്സ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ മാർക്കിയിരിക്കുന്നത് TEC ആണ്. TEC സ്റ്റാൻഡ്സ് ഫോർ തെർമലി ഡിഫ്യൂസ്ഡ് എക്സ്പാൻഡഡ് കോർ എന്നാണ്. ഇതെല്ലാം തന്നെ യൂസ് ചെയ്യേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. തെർമലി ഡിഫ്യൂസ്ഡ് എക്സ്പാൻഡഡ് കോർ എന്നാണ്. അപ്പോൾ TEC സ്പ്ലൈസിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ടൈപ്പ് ഓഫ് സ്പ്ലൈസിങ്ങും കൂടെയാണ്, റൈറ്റ്. തെർമലി ഡിഫ്യൂസ്ഡ് എക്സ്പാൻഡഡ് കോർ. ഇനി നെക്സ്റ്റ് പുതിയ ടൈം വരുന്നത് GS ആണ്. GS സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂ സ്പൈസ് ആണ്. ഗ്ലൂ സ്പൈസ് ഈ പറയുന്ന 2 ടൈപ്പ് ഓഫ് സ്പ്ലൈസിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ അപ്പർച്ചേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഇങ്ങനത്തുള്ള തെർമലി എക്സ്പാൻഡഡ് അല്ലെങ്കിൽ തെർമലി ഡിഫ്യൂസ്ഡ് എക്സ്പാൻഡഡ് കോർ സ്പ്ലൈസിങ്ങും സിമിലർലി ഗ്ലൂ സ്പ്ലൈസിങ്ങും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് TDF പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. തുലിയം ഡോപ്ഡ് ഫൈബർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അഗെയിൻ വീണ്ടും സിലിക്ക ഫൈബറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ 2 കോൺഫിഗറേഷൻസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഗ്ലൂ സ്പ്ലൈസിങ്ങും സിമിലർലി തെർമലി ഡിഫ്യൂസ്ഡ് എക്സ്പാൻഡഡ് കോർ സ്പ്ലൈസിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഫിഗറിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എത്രയായിരുന്നു? ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചറുള്ള HNA ഫൈബേഴ്സ് ആണ് ബേസിക്കലി യൂസ് ചെയ്യേണ്ടി വരുന്നത്. HNA ഫൈബർ ഹൈ ന്യൂമറിക്കൽ അപ്പർച്ചേഴ്സ് ഉള്ള ഫൈബേഴ്സ് യൂസ് ചെയ്യണം. അതിൻ്റെ റീസൺ ആണ് ഞാൻ ഈ പോർഷനിൽ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഈ 2 ടൈപ്പ് ഓഫ് സ്പ്ലൈസിങ് ടെക്നിക്സ് യൂസ് ചെയ്യണം. കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡ് ഫീൽഡ് ഡയമീറ്റേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം ന്യൂമറിക്കൽ അപ്പർച്ചർ വളരെ കൂടിയ ഫൈബേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് TEC ആൻഡ് GS യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതോടുകൂടി മോഡ്യൂൾ 5 കംപ്ലീറ്റ്ലി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത മോഡ്യൂളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.